വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പൂരി, ചപ്പാത്തി, പത്തൽ, ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. 1 സ്പൂൺ വെച്ച് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇത് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം ഓഫ് ചെയ്തിടണം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 2 വിസിലിന് ശേഷം ഞാൻ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. അതിനുശേഷം 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ഒരു 3-4 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിവിടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കറിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചതും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യാം. വീണ്ടും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് കറിയുടെ അതായത് ഗ്രേവിയുടെ തിക്നെസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് അത്രയും സമയം വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിനൊന്ന് വറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്യാണ്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തിക്കായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കറി കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കറി അല്പം തിക്കായി മാറിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി പാകത്തിലുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്